ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ, ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. ഇന്നലെയും ഞാൻ പറഞ്ഞ ചെറിയ വീഡിയോ ആണ്, ഇന്ന് അതിനേക്കാൾ കൊച്ചു വീഡിയോ ആണ്. കാരണം വേറൊന്നുമല്ല, ഇവിടെ പകലാരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ രാത്രിയിൽ പെട്ടെന്ന് ഡോണിനൊരു വയറുവേദനയും ഒക്കെ വന്നിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. പിന്നെ ഒരു ഉച്ച വരെ അവിടെ അങ്ങനെ ഹോസ്പിറ്റലിൽ ഒന്ന് ചുറ്റി കളിച്ച് നിൽക്കേണ്ടി വന്നു. അപ്പോൾ കുട്ടികളും ഞാനും ഡാഡിയും മാത്രമായിരുന്നു വീട്ടിൽ. അപ്പോൾ പിന്നെ അറിയാമല്ലോ, അവരുടെ കൂടെ ആകുമ്പോൾ അവരുടേതായ കുറച്ച് നേരം അവരുടെ കൂടെ കളിക്കുക, അവരുടെ കൂടെ ഇരിക്കുക എന്നല്ലാണ്ട് വേറെ ഒരു പരിപാടികളും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉച്ച വരെ 12:30 വരെ ഞാനും ഡാഡിയും കുട്ടികളും കൂടിയിട്ടുള്ള കളിയും അംഗമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ ഞാൻ അവരുടെ അടുത്താണ് കിടന്നുറങ്ങിയത്. മുകളിൽ അവരുടെ കൂടെയാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ രണ്ടാളും എണീറ്റപ്പോൾ ചാക്കോച്ചൻ ഇന്ന് ശരിക്കും 5:30 ആയപ്പോഴേക്കും എണീറ്റു കേട്ടോ. ഇന്നലെ എനിക്ക് ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഞാനും ഡിവൈനും ഒന്നും ഉറങ്ങിയിട്ടില്ല. ഡോണും ഡാഡി കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് കുട്ടികൾ എണീക്കിനോട് കൂടിയിട്ട് ഞാനും എണീറ്റ് ഞങ്ങൾ നേരെ താഴേക്ക് വന്നു. രണ്ടാളെയും അവിടെ പിടിച്ചിരുത്തിയിട്ട് ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കണം കേട്ടോ. കാരണം കുട്ടികളുടേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. അവർക്ക് രാവിലെ ഫുഡ് കൊടുക്കണം, അവരുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യണം, അവരുടെ എന്താ പറയുക, അവരുടേതായ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ടല്ലേ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചാക്കോച്ചനെ ഇരുത്തിയേക്കണു. അവൻ്റേതായ സംഭവങ്ങളൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി. തോമൂന് ഇന്ന് രാവിലെ നൂഡിൽസ് മതി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വേഗം നൂഡിൽസ് ഉണ്ട്. അവനിങ്ങനെ ഉണ്ടാക്കാനാണ് ഇഷ്ടം. വെറുതെ അതിട്ട് കുറച്ച് മസാല ഇട്ട്, അപ്പോൾ അവൻ തന്നെ അവിടെ ഇരുന്ന് കണക്ക് പറഞ്ഞു തരും, ഇന്നത് മതി, ഇത്രയും മതി എന്നൊക്കെ. അപ്പോൾ നൂഡിൽസ് വേണം, അങ്ങനെയൊക്കെയാണ്. മൂപ്പരുടേതായ കുറച്ച് ഇഷ്ടങ്ങളുണ്ട്, അതേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾ അവിടെ പുറത്ത് നിന്ന് നോക്കുക, ഇതെന്താണ് ഇവിടെ ഒരു അനക്കം ഇല്ലല്ലോ എന്നുള്ള മട്ടിൽ. അപ്പോൾ ഡാഡി മറന്നിട്ട് ഡൈ ചെയ്യാനിട്ടു. ഡൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് കൊച്ചിനെയൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ അത് ഓർക്കാണ്ട് ഡാഡി രാവിലെ പതിവുമ്പടി ഡൈ ഇട്ടു. ഞായറാഴ്ച ദിവസമാണല്ലോ ഡാഡിയുടെ ആ ഒരു ഇത് കൃത്യമായിട്ട് ഞായറാഴ്ച ദിവസമാണ് ഡാഡി ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനും ഇന്നൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പോൾ അങ്ങനെ രാവിലത്തെ പരിപാടികൾ തുടങ്ങിയപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനതെടുത്ത് വേഗം പൂരി ഉണ്ടാക്കി. ഇന്നലെ രാത്രിയിലത്തെ ബീഫ് കറിയുടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാനും ഡാഡിയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഡാഡി പറഞ്ഞു വേറൊരു കറി വെക്കേണ്ട, എനിക്കത് മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരൊക്കെ ആകുമ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ അത് കഴിച്ച് ഇപ്പോൾ കുട്ടികൾക്കുള്ള ഫ്ലാസ്കിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ രാവിലത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയാലത്തേക്കുള്ള മീൻ വെള്ളത്തിലേക്ക് എടുത്തിട്ടുണ്ട്, ബീഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴേക്കും ഞാൻ വേഗം കറി വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോറ് ഓൾറെഡി അടുപ്പത്തായി. അങ്ങനെ ഞാൻ രാവിലത്തെ എല്ലാം പരിപാടിയും കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ റെഡിയാക്കി ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞു. അപ്പോൾ പാല് അടുപ്പത്ത് വെച്ച നേരത്താണ് അവിടെ കൊറിയർ വന്നത്. അപ്പോൾ അത് പാല് തിളച്ച് പോയി. അപ്പോൾ വേറെ ഒന്നിനല്ല, ഞാൻ ഉറവിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ തിളച്ച് പോയി. എന്നാലും ആ ഉള്ള പാല് ഞാൻ വറ്റിച്ചിട്ട് ഞാൻ ചൂടാറാൻ വെച്ച് ഉറവിക്കുക. അങ്ങനെ എൻ്റേതായ പരിപാടികൾ പടപടയേന്ന് കഴിച്ചു. അപ്പോഴേക്ക് 11:45. അപ്പോൾ ഞാൻ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഡിമ്പിളുടെ റൂമിൽ നമ്മൾ ഇന്നലെ തുണികൾ തോരയിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ പാച്ചുവിൻ്റെ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ വേഗം അത് മടക്കി വെച്ചു. അപ്പോൾ അപ്പാപ്പനും മക്കളും നമ്മുടെ പുറത്ത് ഇരുന്ന് കളിക്കണം കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരുടെയും വയറ് നിറഞ്ഞപ്പോൾ അവർ പിന്നെ അവരുടേതായ കളികളിലേക്ക് ഏർപ്പെട്ടു. അപ്പോൾ ഞാൻ തുണികളൊക്കെ മടക്കിയപ്പോൾ എനിക്ക് ഇവരുടെ സ്ഥലം എവിടെയാണെന്നറിയില്ല. എന്തായാലും ഈ കബേർഡിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ആക്കി വെച്ചു. ഇനി ഡിമ്പിൾ വരുമ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ ഒതുക്കി വെച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പരിപാടികൾ ഞാൻ അവസാനിപ്പിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ അപ്പാപ്പനും മക്കളും പുറത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഡോണിൻ്റെ ഫോൺ വന്നു, ഞങ്ങളിതാ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, അവൻ തന്നെ ഡ്രൈവ് ചെയ്ത് വന്നതും. അപ്പോൾ അപ്പാപ്പനും മക്കളിങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ ഞാനും കൂടി വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ തോമു എൻ്റെ അടുത്ത് ഭയങ്കര കൊഞ്ചലാട്ടോ. അപ്പോൾ സാധാരണ ഡിവൈനും ഡോണുള്ളപ്പോൾ അങ്ങനെ നമ്മളുടെ അടുത്തേക്ക് അങ്ങനെ അധികം കളിക്കാൻ വരില്ല. അവന് ഒരു സംശയം, എനിക്ക് ചാക്കോച്ചനെയാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. കുട്ടികളല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കൂടെ വന്നിട്ട് മമ്മിയുടെ മോൻ ഞാനാണ് കേട്ടോ, ചാക്കോച്ചൻ വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ അവൻ്റെ ജീവനാ ചാക്കോച്ച, അവൻ കളിപ്പിക്കും ഉഷാറ്. പക്ഷേ നമ്മളാരെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വിഷമമുണ്ട്. അത് കുട്ടികളല്ലേ. അപ്പോൾ ഡോണിൻ്റെ ചെറുപ്പത്തിലേയും ഡോൺ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ. അപ്പോൾ അവൻ പറയുക, അപ്പോൾ അവർ ചാക്കോച്ചൻ, മമ്മിക്ക് ഞാൻ, അപ്പാപ്പനും മമ്മിയാണ് കേട്ടോ, അല്ലെങ്കിൽ ഡാഡി, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഡോൺ വന്നപ്പോൾ തോമുട്ടനും ഊട്ട്. അപ്പോൾ ഞാൻ തോമുവിനോട് പറഞ്ഞു അപ്പയ്ക്ക് വാവുകയാണ്, ഇനി എടുക്കാൻ പറയരുത്, കരയരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പര് അപ്പയുടെ വാവ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓടിയേക്കണത് അമ്മോട് ചോദിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവരെക്കാളൊക്കെ ഇത് ചാക്കോച്ചനായിരുന്നു. അപ്പോൾ ഡിവൈൻ ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോഴും വിളിക്കും, എന്തായി എന്ന് കുട്ടികളുടെ വിശേഷം അറിയാം. അപ്പോൾ തോമു ശ്രദ്ധിച്ച് കേൾക്കും, പക്ഷെ ചാക്കോച്ചൻ ആ സൗണ്ട് കേൾക്കുമ്പോൾ കരയുമായിരുന്നു. ആദ്യമായിട്ടാണല്ലോ അവനങ്ങനെ. അപ്പോൾ അങ്ങനെ ഡോൺ വന്നു. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ.
അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ തീരെ വിശപ്പില്ല, ട്രിപ്പ് കയറ്റിയതിൻ്റെ പേരിലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ 12:30 ആയപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ വരും വഴിക്ക് ഭക്ഷണം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഓൾറെഡി ഞാൻ ചോറ് വെച്ചിട്ടുണ്ട്, കറി ഞാൻ എന്താ വെക്കാൻ പോകുന്നു പറഞ്ഞു. വേണ്ട, ഞങ്ങളിതാ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അവർ വരുമ്പോൾ ബിസ്മിന്നാന്ന് തോന്നുന്നുണ്ട് ചിക്കൻ കറിയും ബീഫ് കറിയും കൊണ്ടുവന്നു. അപ്പോൾ സംഭവം എൻ്റെ ഒക്കെ റെഡി ആയിട്ടെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ കിടന്നുറങ്ങണേൻ്റെ കൂട്ടത്തിൽ ഞാനും സുഖമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങി. കാരണം ഫുൾ ഉറക്കം പോയിട്ടുണ്ടായിരുന്നു, ഇന്നലെ മൊത്തം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉറങ്ങി. അപ്പോൾ കിടക്കണതിന് മുമ്പ് തന്നെ ഞാൻ ഉറങ്ങി എണീറ്റ് വന്നോട് കൂടിയിട്ട് ഡാഡി എനിക്ക് ബീഫ് ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് അരിഞ്ഞു തന്നു. ഞാൻ ബീഫ് ഇപ്പോൾ ഇത്തിരി കൊള്ളിയിട്ട് വെച്ചു. മീൻ അയിലയായിരുന്നു, വറുക്കാനുള്ളത് പുരട്ടി വെച്ചു. ബാക്കി തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചു. അങ്ങനെ മാങ്ങിയിട്ടിട്ട് അപ്പോൾ അതും ഇത് ബീഫ് കറിയും കഴിഞ്ഞു. പിന്നെ ഇപ്പം നാളെ ഒന്ന് ഡോക്ടറെ അടുത്തേക്ക് ഡോണിന് പോകണം. അപ്പോൾ ആ പോകുമ്പോൾ എന്തായാലും തോമൂന് ക്ലാസ് ഉണ്ടാവും, ചാക്കോച്ച എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളേക്കുള്ള കൂട്ടാമണി കൂടി കഴിച്ച് വെച്ചപ്പോൾ നാളെ പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ. പിന്നെ നാളെ തിങ്കളാഴ്ചയാണ് പോസ്റ്റിങ്ങിൻ്റെ പോസ്റ്റ് ചെയ്യണ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഇന്ന് കഴിച്ച് വെച്ചാൽ നാളേക്ക് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. സോറി, ഇന്നലെ ഉറക്കക്ഷീണമാണ് കേട്ടോ, ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ നാളേക്കുള്ള പാക്കിങ്ങിലുള്ള സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തപ്പോൾ ഞാൻ നിങ്ങളെ കൈയോടെ കാണിച്ചതാട്ടോ. കുഞ്ഞു നെക്ലസ്സുകളാണ്. ഇത് നവരത്നാണ് കേട്ടോ. മറ്റേത് ചെറിയ നെക്ലസ്സാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ സൂഫിയുടെ ഡബിൾ സ്റ്റോണ്, മറ്റേത് സിംഗിൾ സ്റ്റോണായിട്ടാണ് വന്നിരുന്നത്. ഇപ്പോൾ ഇത് 2 അഡ്ജസ്റ്റബിളാണ് കേട്ടോ വരണത്. അങ്ങനെ 4 കളറുണ്ട്. അപ്പോൾ ഇത് പോലെ ലോക്കറ്റുകൾ, ഇതിപ്പോൾ 1-2 പേർക്ക് വലിയ മാലയും ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒക്കെ ഓണല്ലേ വരണേ. അപ്പോൾ കയ്യിൽ കാശ് അധികം ഉള്ളവർ എങ്ങനെയാണെന്ന് വെച്ചാൽ പാലയ്ക്ക് അതനുസരിച്ചുള്ളത് വാങ്ങിക്കും. ഇങ്ങനത്തെ ലോക്കറ്റിനാകുമ്പോൾ അധികം കാശില്ല, എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ട്രെൻഡൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു തുടങ്ങിയിട്ടാണ്. പാലയ്ക്ക നാഗപടമൊക്കെ മാറ്റി ആ ട്രഡീഷണൽ മാറ്റിയിട്ട് അതിൻ്റെ ലോക്കറ്റുകൾ മാത്രം വലിയ മാലയും ഇടുന്ന ഒരു സംഭവം. ഇത് സാധാരണ നമ്മളുടെ മാലകളാണ് കേട്ടോ. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ പാക്ക് ചെയ്യാനായിട്ട് വെച്ചതാണ്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇതിൻ്റെയൊക്കെ എക്സ്ട്രാ പീസുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതും കൂടി ഇതിൽ ആഡ് ചെയ്തത്. അങ്ങനെ ദേ രാത്രിയിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ ഡോണൊന്നും കഴിച്ചില്ല. ഡോൺ ഒരു കട്ടൻ മാത്രം കഴിച്ചു. ഡിവൈൻ വന്ന് കഴിച്ചിട്ട് പോയി. കുട്ടികളുടെ കുളി. അപ്പോൾ ഇന്ന് ഇത്തിരി വെയിലുള്ള കാരണം സോളാറിൽ ചൂടുവെള്ളം ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ സോളാറിൻ്റെ ഹീറ്റർ വെച്ചിട്ടുണ്ടെങ്കിലും മഴ പെയ്തുകൊണ്ട് അതിൽ ചൂടുവെള്ളമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ചൂടുവെള്ളം വന്നപ്പോൾ എല്ലാവരും നല്ല എന്താ പറയുക ചൂടുവെള്ളം പിടിച്ച് വെച്ച് അതുകൊണ്ടുള്ള കുളിയായിരുന്നു. അപ്പോൾ എനിക്കും അതെ, ഡാഡി വേഗം ആക്കി വെച്ചു. അത് കഴിഞ്ഞതേ രാത്രി പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷമാണ് ഞാൻ സാധാരണ എങ്ങനെയാ വെച്ചാൽ എല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ കുളി. ഇന്ന് പക്ഷേ ഇത്തിരി നേരത്തെ അതൊക്കെ അവസാനിപ്പിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയി, ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ മീറ്റപ്പിന് വന്നേലത്തെ ഒരു മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സീന ഇരിഞ്ഞാലക്കുടയിൽ നിന്ന്. പക്ഷേ എനിക്ക് ആ സമയത്ത് വന്ന സമയത്ത് എനിക്ക് ആകെ ഭയങ്കര വിഷമമായി. കാരണം ഞാൻ എൻ്റെ വർക്കിംഗ് ഡ്രസ്സിൽ നിൽക്കുന്ന നേരം. പിന്നെ ഞാൻ വിചാരിച്ചു സാരല്ലേ, എന്നെ അറിയണവരല്ലേ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറയാണ്ട് പോയ. കാരണം ഞാൻ ആദ്യത്തെ കുട്ടികളുടെ ഇത് കഴിഞ്ഞിട്ട് കുളിക്കാൻ നിൽക്കുമ്പോഴാണ് വന്നത്. അപ്പോൾ എനിക്ക് തന്നെ ആകെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പക്ഷേ സാരമില്ല, എല്ലാവരും ഇങ്ങനെയല്ലേ, വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നിൽക്കുകയെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. ഒക്കെ അതാത് സ്ഥാനങ്ങളിൽ വെച്ചു. സമയം 11:30 പക്ഷേ എനിക്ക് ഇന്ന് ഉറക്കമൊന്നും വരുന്നില്ല. ഉച്ചയ്ക്ക് സുഖമായിട്ട് കിടന്നുറങ്ങിയതാണ്. അപ്പോൾ ഡാഡി നാളേക്കുള്ള പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് സുഖമായിട്ട് കിടന്നുറങ്ങിയെന്ന്. അപ്പോൾ നാളേക്ക് കുറച്ച് സാരികളും കൂടി ഉണ്ട് പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഡാഡിക്ക് അത് എടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുളിയും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഡാഡി അത് പാക്ക് ചെയ്ത് വെക്കും. നാളെ പിന്നെ കുട്ടികളുള്ള കാരണം അതിൻ്റേതായ തിരക്കുണ്ടാവും. തോമുനെ കൊണ്ടാക്കാനായിട്ട് എനിക്ക് മിക്കവാറും ഡിവൈനും ഡോണും ഡോക്ടറെ അടുത്ത് പോണോട് കൂടി തോമുനെ കൊണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കണത്. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ വരുമ്പോൾ കൊണ്ടുവരികയും വേണമല്ലോ, ഡാഡിക്ക് കൊണ്ടുവരികയും വേണം. അപ്പോൾ അങ്ങനെ